എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശംഖുപുഷ്പത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കവി വർണ്ണിച്ചിട്ടുണ്ട് ശംഖുപുഷ്പത്തെ. മനോഹരമായ പൂവാണ്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരുന്നു. അതിൽ അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ, പല ഭാവന. കവി അത് മാന്യമായ രീതിയിൽ അവതരിപ്പിച്ചു. ആ പൂ ശ്രദ്ധിച്ചു നോക്കൂ. പുരാണ കഥാപാത്രത്തിലെ എല്ലാ സ്ത്രീകളും സുന്ദരികളാണ്. സുന്ദരമായിട്ടല്ലേ വർണ്ണിക്കുന്നത് സ്ത്രീകളെ? സീതാദേവി, ശകുന്തള എല്ലാം. അതുപോലെ കവി നല്ല രീതിയിൽ അത് വർണ്ണിച്ചു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, സ്ത്രീകളെ ഓർമ്മ വരുന്ന പൂവാണത് ശംഖുപുഷ്പം. അതിൻ്റെ ശാസ്ത്രീയ നാമം നോക്കിയാലും മനസ്സിലാവും. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലേ ഈ വീഡിയോ നോക്കാറുള്ളൂ? തരും ചാച്ചി ഞാൻ പറഞ്ഞത് എന്താണെന്ന്? ഓക്കെ, പുരിഞ്ചിത. ഞാനിനി വിഷയത്തിലേക്ക് കടക്കാം. പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഒരു പുതിയൊരാൾ കൂടി പുതിയതല്ല, എല്ലാവർക്കും പരിചയമുള്ളതാണ് ശംഖുപുഷ്പം. ഔഷധ ഗുണമുള്ളതാണ്, കൂടാതെ സവിശേഷതയുള്ള ചെടിയാണ്. പൂജയ്ക്കെടുക്കുന്നു. സൂര്യഭഗവാനായിട്ട് വെള്ള ശംഖുപുഷ്പം, ശ്രീകൃഷ്ണ ഭഗവാന് നീല ശംഖുപുഷ്പം, അങ്ങനെ അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചൊക്കെ പറയുന്നതാണ്, എടുക്കുന്നതാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഒരു ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. പല ഉപയോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇഴജന്തുക്കൾ, അതായത് പാമ്പ് പോലുള്ളതൊന്നും വരില്ല എന്നൊരു വിശ്വാസമുണ്ട്. വിഷസംഹാരിയാണ്. പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റാണ്. പ്രമേഹം കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, മുടി കൊഴിച്ചൽ മാറുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് വേണേൽ ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാം. വളരെ എളുപ്പമാണത്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്നൊന്നും അറിയില്ല. അതൊന്നും ദോഷമില്ലാത്ത കാര്യമാണത്. അർബുദത്തെ കൂടി ചെറുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഹെർബൽ ടീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലേ? ആ നീല ശംഖുപുഷ്പമാണ് കേട്ടോ ഹെർബൽ ടീക്ക്. ബ്ലൂ ടീ ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത്. 2-3 പൂ എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടാൽ മതി. കുറച്ച് നേരം വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നീല നിറം വരും. അത് കുടിക്കുന്നത് നല്ലതാണ്, എനർജറ്റിക് ആകും, വളരെ നല്ലതാണ്. അതല്ല ഇല, അതിൻ്റെ പൂ മാത്രമല്ല ഇലയും വേരും എല്ലാം നല്ലതാണ്. കുട്ടികൾക്ക് ചിലർ അതിൻ്റെ വേരെടുത്തിട്ട് വെണ്ണയിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട്, ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി. ശരീരശക്തിയും വർദ്ധിക്കുന്നു, മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ഉറക്കമില്ലായ്മ മാറ്റുന്നതിന് ഇതിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു. ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അമിത ഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉത്തമമാണ്. ഇതുപോലെ ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. വാസ്തുവിലും പ്രാധാന്യമുണ്ട്, സ്ഥാനവുമുണ്ട്. വാസ്തുവിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ നടുന്നതാണ് ഉത്തമം. കൂടാതെ ശനിദോഷം, ശനിയാഴ്ചകളിൽ പൂജിക്കുന്നത് ശനിദോഷ കാഠിന്യം കുറയ്ക്കും. നെഗറ്റീവ് എനർജി, വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി നീക്കി പോസിറ്റീവ് എനർജി നിറക്കുന്നു. ഇതെല്ലാം വാസ്തുവിൽ പറയുന്നു. വാസ്തുവിൽ വിശ്വാസമില്ലെങ്കിലും ഈ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുക, ബ്ലൂ ടീ കുടിക്കുക. വിഷാംശം പുറന്തള്ളാനും ബ്ലൂ ടീ കുടിക്കാനും ഔഷധം വേറെ ഇല്ല. ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കും മരുന്നാണ്. അപ്പോഴെങ്കിലും നിങ്ങൾ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുക. ഐശ്വര്യമാണ് കേട്ടോ. നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഐശ്വര്യമാണ്. പൂക്കൾ ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാകുന്നത്. അത് പയറിൻ്റെ ഇലകൾ പോലെയും പൂ പോലെയും, അതിൻ്റെ കായും പയറിൻ്റെ കായ, ബീൻസ് അല്ലെങ്കിൽ അമരയ്ക്ക
അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതൊരു വള്ളിച്ചെടിയാണ്. പടർന്നു കയറുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക. കമ്പ് കുത്തി മറ്റു പടരുന്ന ചെടികൾക്ക് ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുക. അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ചെയ്യുക. അപ്പോൾ ഒരു അസാധാരണ പൂവാണിത് കേട്ടോ. അത്ഭുത ഗുണങ്ങളുള്ളതാണ്. അതൊന്നും അറിയാതെ പോകരുത്. ഇതിന് ധാരാളം പേരുകളുണ്ട്. ഏഷ്യൻ പീജിയൻ വിങ്സ്, ബ്ലൂ ബെൽ വൈൻ, ബ്ലൂ പീ, ബട്ടർഫ്ലൈ പീ, കോർഡോഫൻ പീ, ഡാർവിൻ പീ, എത്രയോ പേരുകളാണ് ഇതിനുള്ളത്. ഇതുപോലെ തന്നെ ധാരാളം ഗുണങ്ങളുമുണ്ട്. മറ്റു പടരുന്ന ചെടികൾ അല്ലെങ്കിൽ മറ്റു ചെടികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളെല്ലാം മാറ്റുക, അടർത്തി മാറ്റുക. ആ വിത്തുണ്ടാകുന്ന കണ്ടില്ലേ, ഇതിൻ്റെ വിത്ത് കണ്ടോ, നീണ്ട പയർ പോലെയുള്ള പയറുമണി, അതിൻ്റെ ഉള്ളിൽ പയറുമണി പോലെ ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് ധാരാളം കുഞ്ഞു തൈകളും വളരുന്നതാണ്. ഈ ഉണങ്ങിയ ഇലകളും മറ്റു ഭാഗങ്ങളെല്ലാം വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. അത് ഏത് ചെടികൾക്കാണെങ്കിലും നല്ലതാണ്. വേറെ പുതിയ ഇലകളും പൂക്കളും എല്ലാം ധാരാളമായി പിടിച്ചു വരും. നിങ്ങളുടെ വീടും ഐശ്വര്യമായിരിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. വീണ്ടും നല്ല ചെടികളും വീഡിയോയും ഒക്കെയായി വരാം. അഭിപ്രായങ്ങൾ പറയുക, അറിയിക്കുക, വിളിക്കുക. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.